ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗിൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നേക്ക് ക്യൂബിനെ എങ്ങനെയാണ് തത്തയുടെ ഷേപ്പിലേക്ക് ആക്കുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 പീസസ് ഉള്ള ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സ്നേക്ക് ക്യൂബാണ്. നമ്മൾ ഇതിനെ ഒരു തത്തയുടെ ഷേപ്പിലേക്കാണ് ആക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം മുകളിൽ ഇതുപോലെ വെള്ളച്ചതുരങ്ങൾ വരുന്ന രീതിയിലെടുക്കുക. എന്നിട്ട് ഈ ഇടതുഭാഗത്ത് വേണ്ടത് ഈ ഒരു രീതിയിലുള്ള ചെരിവാണ് നമുക്ക് ഇടതുഭാഗത്ത് വേണ്ടത്. എന്നിട്ട് ഇതിൽ ഈ ഒരു ഫസ്റ്റ് പീസിനെ 2 തവണ താഴോട്ടേക്ക് തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 1 2 തവണ താഴോട്ടേക്ക് തിരിച്ചു. ഇനി ഇതിൽ ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ രണ്ടാമത്തെ പീസ് നോക്കുക. ഈ രണ്ടാമത്തെ പീസിനെ ഇടത് കൈ കൊണ്ട് 1 തവണ താഴോട്ടേക്ക് തിരിക്കുക. ഇതുപോലെ 1 തവണ തിരിക്കുക. ഇനി ഇതിൽ ഈ നീളമുള്ള ഭാഗത്തിൽ ഈ രണ്ടാമത്തെ പീസ്, ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ ഈ വലത് കൈ കൊണ്ട് താഴോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തിരിക്കുക. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. വെള്ളച്ചതുരങ്ങൾ മുകളിൽ എന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഇതിലിതാ ഈ മൂന്നാമത്തെ പീസ്, ഈ ഒരു പീസിന്, ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 തവണ ഇതുപോലെ അങ്ങോട്ടേക്ക് തിരിച്ചു. ഇനി ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ടിതാ ഈ പീസസിൽ ഈ ഓറഞ്ച് പീസിനെ അങ്ങോട്ടേക്ക് 2 തവണ മുകളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1 2 ഇതുപോലെ 2 തവണ തിരിച്ചു. എന്നിട്ട് ഇതിനിതാ ഈ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ എന്നിട്ട് പിടിച്ചു. എന്നിട്ട് ഈ രണ്ടാമത്തെ പീസ്, ഈ വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് 1 തവണ തിരിച്ചു. അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. ഈ ഓറഞ്ച് ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ ഒരു പീസിനെ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്, ബാക്കോട്ടേക്ക്. ഇതുപോലെ 1 തവണ അങ്ങോട്ടേക്ക് തിരിക്കുക. ഇപ്പോൾ ഇനി ഇതേപോലുള്ള ഒരു ഷേപ്പ് ഈ ഒരു സൈഡിൽ നമുക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ നീളത്തിലുള്ള ഭാഗത്തിൽ ഈ ഒരു പീസിനെ മുകളിലേക്ക് 1 തവണ തിരിക്കുക. ഇതുപോലെ മുകളിലേക്ക് 1 തവണ തിരിക്കുക. എന്നിട്ട് ഈ ഒരു നീളത്തിലുള്ള ഭാഗത്തിൽ ഈ ഒരു പീസ് കണ്ടു, ഈ ഒരു മൂന്നാമത്തെ പീസിനെ ഇതിനെ താഴോട്ടേക്ക് 1 തവണ ഇതുപോലെ തിരിക്കുക. ഇതുപോലെ 1 തവണ തിരിക്കുക. എന്നിട്ട് ഇതുപോലെ പിടിക്കുക. ഈ വെള്ള ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ നീളമുള്ള ഭാഗത്തിൽ ഈ ഒരു പീസ്, ഈ രണ്ടാമത്തെ പീസ്, ഈ ഒരു പീസിനെ ഞാൻ മുകളിലേക്ക് 2 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 2 ഇതുപോലെ 2 തവണ തിരിച്ചു. എന്നിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് ഈ ഓറഞ്ച് ത്രികോണങ്ങൾ എൻ്റെ നേരെ വരുന്ന ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഇതിൽ ഈ 1 2 3 4 ഈ നാലാമത്തെ പീസിനെ മുകളിലോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് അതിന് മുന്നേയുള്ള നമ്മൾ 4 ഈ രണ്ടാമത്തെ പീസില്ലേ, ഈ പീസിനെ ഈ ഒരു ചതുരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പീസിനെ ഇതുപോലെ തിരിച്ച് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ഓറഞ്ച് പീസിനെ താഴോട്ടേക്ക് 1 തവണ ഇതുപോലെ തിരിക്കുക. അപ്പോൾ നമുക്കിതാ ഒരു തത്തയുടെ ഷേപ്പിലേക്ക് നമ്മുടെ സ്നേക്ക് ക്യൂബിനെ കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.